ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ക്യൂറോ ബിനീഷ്. അപ്പോൾ ഞാനൊന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ എവിടെയല്ല, എല്ലാവർക്കും അറിയുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവും ഈശ യോഗ സെൻറ്റർ അല്ലെങ്കിൽ ആദിയോഗി സെൻറ്റർ കോയമ്പത്തൂർ. എനിക്കിവിടെ അടുത്തുള്ളൊരു പ്ലേസ്, ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈശ യോഗ സെൻറ്റർ ആണ്. വേറെ ഉണ്ടെങ്കിലും എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈശ യോഗ സെൻറ്റർ ആണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്, ഫാമിലി വരുമ്പോഴും അതേമാതിരി അല്ലെങ്കിലും ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്. എൻ്റെ പാപ്പൻ, ചേട്ടൻ, കസിൻ ബ്രദർ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഈശ യോഗ സെൻറ്ററിൽ നിന്ന് പോകാൻ വിചാരിച്ചു. ഇവിടെ ഗാന്ധിപുരത്ത് നിന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് ആദിയോഗി സെൻറ്ററിൽ. ബൈ കാറാട്ടോ ഞാൻ പറഞ്ഞത്. ബസ്സുണ്ട്, ബസ്സിലേക്ക് എത്രയാണെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് നോക്കുമ്പോൾ കേരളത്തിനെ അപേക്ഷിച്ചിട്ട് തമിഴ്നാട്ടിൽ മഴ കുറവാണ്. ഇനി മഴ ഇല്ലെങ്കിലും നിങ്ങൾ മാക്സിമം ഈവനിങ് പോവാൻ ശ്രമിക്കുക. വേറെ ഒന്നുമല്ല, നല്ല വെയിലായിരിക്കും. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ വെയിലായിരിക്കും. ഇപ്പോൾ മഴക്കാലത്തെ ഈ വെയിലുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ പിന്നെ വേനൽക്കാലത്തിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ഊഹിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ഈവനിങ് പോവുക. അപ്പോൾ ഞങ്ങൾ 3 മണിക്ക് ശേഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മരങ്ങളുണ്ട്, നല്ല തണലാണ്. പിന്നെ അത് മാത്രമല്ല, റോഡിൻ്റെ രണ്ട് സൈഡിലും തെങ്ങുംതോപ്പും വാഴത്തോപ്പ്, മുന്തിരിത്തോട്ടം, കവുങ്ങുംതോട്ടം, അങ്ങനെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. അപ്പോൾ ആരും മിസ്സാക്കരുത്, അതൊക്കെ കാണുക. പിന്നെ അതായത് ഉറങ്ങരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളവിടെ എത്താറായി. പിന്നെ എൻട്രൻസിൽ തന്നെ നല്ല ബ്ലോക്ക് കിട്ടി, നല്ല ബ്ലോക്കല്ല, ചെറിയൊരു ബ്ലോക്ക് കിട്ടി. വേറെ ഒന്നുമല്ല, നമ്മളിവിടെ തമിഴ്നാട്ടിൽ ക്ലാസ്സസ് ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ ജൂൺ 10-ാം തീയതിയാണ് വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് ഓപ്പൺ ആവുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ആ വലിയൊരു പാറക്കല്ല് കണ്ടോ? എനിക്ക് എപ്പോഴും അതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ പേടി, ഇനി ഈ പാറക്കല്ല് എങ്ങാനോ കാറിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞ് പോയില്ല ഗൈസ്, ഞാൻ അവിടെ ചതഞ്ഞരയും. അതുപോലെ വലിപ്പമുള്ളൊരു പാറക്കല്ലാണ്. പിന്നെ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡിലും ഇതുപോലെ നിറയെ മരങ്ങളുണ്ട്. അത് അവർ വെച്ച് പിടിപ്പിച്ചതും അല്ലാത്തതായിട്ടുള്ള ഒരുപാട് മരങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് കാടാട്ടോ. ഈ കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ വരാണ്ടിരിക്കാനായിട്ടുള്ള എന്താ പറയുക, മറ്റേ കറണ്ട് കമ്പിയില്ലേ, അതൊക്കെ കെട്ടി വേലി പോലെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എൻ്റർ ആവാൻ പോവാണ്. ഒരു 10 മിനിറ്റ് നമുക്കങ്ങനെ നടക്കാനാണെങ്കിൽ 10 മിനിറ്റ് എന്തെങ്കിലും നടക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ നമ്മളവിടെ പേ പാർക്കിംഗ് കൊടുത്തിട്ട് വണ്ടി പാർക്ക് ചെയ്തു. ഞാനിവിടെ ഫസ്റ്റ് വരുമ്പോൾ, അതായത് ഒരു 6 വർഷം മുന്നേ, കൊറോണയ്ക്കൊക്കെ എത്രയോ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ പേ പാർക്കിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ നിരപ്പായിട്ട് കൊടുക്കുമായിരുന്നു. ഇവിടെ എന്താ പറയുക, മരങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് അവിടെയൊക്കെ മരങ്ങളൊക്കെ വെട്ടി അവർ പേ പാർക്കിംഗ്. അതും ഒരു സൈഡ് മാത്രമല്ല, ഇതിൻ്റെ 2 സൈഡും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡിലൊക്കെ ഫുള്ള് പേ പാർക്കിംഗ് ആണ്. അത്രയ്ക്ക് ആൾക്കാർ ഇത് അറിഞ്ഞു തുടങ്ങി, ഇന്നൊരു സ്ഥലം ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. അന്നൊക്കെ ഞാനിവിടെ കണ്ടിട്ടുള്ളത് മാക്സിമം ഇംഗ്ലീഷുകാരായിരിക്കും. അവർ ധ്യാനത്തിലിരിക്കാൻ വേണ്ടിയിട്ട് അവരെയാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് വരുമ്പോഴത്തെ കാര്യമായിട്ട് ഞാൻ പറയണം. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരും അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ശിവൻ ഇരിക്കുന്നതിൻ്റെ ചുറ്റും മലകളാണ്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മലകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ ഇവിടെ എന്താ പറയുക, നല്ല കാറ്റുണ്ടായിരുന്നു. ഇപ്പോൾ പോകുമ്പോൾ കാറ്റ് തന്നെ ഇല്ല. ഞാൻ എല്ലാവരോടും പറയും ഇവിടെ നല്ല കാറ്റാണ്. പക്ഷെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ കാറ്റെന്നിട്ട് അവരെന്നെ കളിയാക്കുമായിരുന്നു. അപ്പോൾ കാറ് പാർക്ക് ചെയ്ത് ഞാൻ ശിവൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ കാറ് പാർക്ക് ചെയ്യുന്ന സമയം വരെ ഞാനും മക്കളവിടെയൊക്കെ ഇറങ്ങി. മക്കൾ ഓടിക്കളിക്കണം, മോളത് ഓടിക്കളിക്കണം, കാശ് ഓടിക്കളിക്കണം. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒന്നായിട്ട് നിന്നു. അപ്പോൾ കെട്ടിയവനതാ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് മോളെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വരുമ്പോൾ കൂടെ 2 പേരെ കൂട്ടുക. വേറെ ഒന്നല്ല, നമ്മൾ കുട്ടികളെടുത്ത് വലയും. എനിക്കാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കുട്ടികളെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ടെൻഷൻ വരില്ല. വീട്ടിലെടുക്കുന്നുണ്ടെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം. അപ്പോൾ ഞാൻ മോളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനും എൻ്റെ കെട്ടിയവനും കൂടി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അത് കഴിഞ്ഞ് മോളെ ചേട്ടൻ കൊഞ്ചിക്കുന്നുണ്ട്. അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയെടുക്കുക കേട്ടോ. അവൾക്ക് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോലെ തന്നെയാണ്. പെണ്ണല്ലേ വർഗം, ഫോട്ടോയ്ക്ക് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളുണ്ടോ? അപ്പോൾ നമ്മൾ അത്രയും നേരം നടന്ന് അവിടെ എത്തി. ഇതാണ് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ കാണുന്ന പോലെയല്ല കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയണം. അതാണ് എക്സ്പീരിയൻസ്. എന്താ പറയുക, ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നമ്മൾ അതിൻ്റെ ഈ ശിവൻ്റെ കഴുത്തിട്ട മാലയും, അതായത് ആ കമ്മലിൻ്റെ ഒക്കെ ഒരു വലിപ്പം കാണണം. നമുക്ക് ഇതിൽ ഫോണിൽ കൂടെ കാണുമ്പോൾ അത് ചെറുതായിട്ട് തോന്നും. പക്ഷെ എന്താ പറയുക, അത് നേരിട്ട് പോയിട്ട് അതൊന്ന് കാണുമ്പോൾ എൻ്റെ മക്കളെ ഒന്ന് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ വർഷവും ഇവിടെ വരുന്നത്. പിന്നെ സ്കൂൾ ഓപ്പൺ ആവാത്ത കാരണം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ തിരക്ക്. അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലം ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക ചെയ്യാം. ഞാൻ പോവാറില്ല, അമ്പലത്തിൽ പോവാറില്ല എന്നല്ല, പക്ഷെ ഞാൻ അവിടെ പോവാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഒരു അംഗം കണ്ടോ, എൻ്റെ ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്.
അയ്യോ എനിക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭ്രാന്താട്ടോ, അതുകൊണ്ടാണ് പാപ്പന്മാരെന്നെ കൊണ്ടൊക്കെ ഞാൻ എടുപ്പിക്കുന്നത്. ശിവൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്. പിന്നെ അത് മാത്രമല്ല ആ ശിവനെ നമ്മൾ വലം വെക്കാന്ന് കേട്ടിട്ടില്ല, അതുപോലെ വലം വെക്കൊക്കെ വേണം. ഞാൻ തിരക്കൊണ്ട് ഞങ്ങൾ പോയില്ല. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ധ്യാനം, അതിൻ്റെ ആദ്യോഗ്യ സെൻറ്റർ, അത് യോഗ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കണമെങ്കിൽ നടക്കാം, അതല്ല നമുക്ക് എന്താ പറയുക വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, അത് കാളവണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ കിട്ടും ടിക്കറ്റ് എടുക്കാമെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ കളിക്കാനിരുന്നു. മോനാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും അമ്മ തണുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഷർട്ട് വരും. എവിടെ പോയാലും എൻ്റെ മോൻ അങ്ങനെയാണ്, തണുക്കാന്ന് പറഞ്ഞിട്ട് കാണാം അവൻ ഷർട്ട് വരും. ചൂടാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മ അതേ ചൂടെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഷർട്ട് ഇടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ എൻ്റെ മോൻ. അപ്പോൾ അതേ മോളാണെന്നുണ്ടെങ്കിൽ പശുവിനെ കണ്ടിട്ട്, പശുവല്ല കാളേനെ കണ്ടിട്ട് അങ്ങോട്ട് ഓടുന്നും ഇങ്ങോട്ട് ഓടുന്നൊക്കെ ഉണ്ട്. മോൾക്ക് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അവൾ പശുവിനെ കണ്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അവൾ അയ്യോ അയ്യോ എന്നൊക്കെ പേടിക്കണ പോലെ അഭിനയിക്കണമെന്നുണ്ടെങ്കിലും അവൾക്ക് വലിയ പേടൊന്നുമില്ല, അവൾ എന്നെ പേടിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് കാളവണ്ടി. കാളയാണോ പശു അല്ല, എന്തായാലും കാളയാണോ മെരുവാണോ എന്ന് എനിക്കറിയില്ല, എന്തോന്നാണ്. ഇതാണ് സംഭവം കാളവണ്ടി. പച്ചുമ്പ അച്ചുച്ചോ പച്ചുമ്പടെ അച്ചുച്ചോ 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 പച്ചുമ്പയോ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ അച്ചുച്ചോ പറ പോയി അച്ചുച്ചോ പറ അച്ചുച്ചോ അച്ചുച്ചോ. സത്യം പറഞ്ഞാൽ എനിക്ക് കാളേൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. അവർ രാവിലെ തൊട്ട് അന്ത്യോളം ഈ നടത്തം തന്നെയാണ്. ഒരു കാള വരും, എന്താ പറയുക ലോഡ് കയറ്റും, പിന്നെ അത് പോയി കഴിഞ്ഞ് നെക്സ്റ്റ് കാള വരും. അപ്പോൾ ഇത് ഒരു സർക്കിൾ മാതിരി, ഒരെണ്ണം തീരുമ്പോൾ അടുത്തത് തുടങ്ങും, അതേമാതിരി. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടമാണ്. പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ല, അത്രയും ദൂരം നടക്കണ്ടേ, നമുക്ക് ഇതിൽ തന്നെ വേണം, അതിൽ കയറി തന്നെ വേണം. അത് കാളയാണ് കുട്ടിയെ. എന്താ പിന്നെ പാപ്പൊരു കാര്യം ചെയ്യും, ഡ്രൈവറായിട്ട് അതല്ല നല്ല. അങ്ങനെ നമ്മളവിടെ എത്താറായി. ഒരു 5 മിനിറ്റ് നമ്മൾ ഈ കാളവണ്ടിയിൽ ഇരിക്കണം. അങ്ങനെ നമ്മൾ പോണ വഴിയിൽ തന്നെ ഇതേമാതിരി എന്താ പറയുക ആദ്യോഗ്യ സെൻറ്ററിനെയും ഈ ശിവനെയും ഈ ധ്യാനലിംഗം അങ്ങനത്തെ അതിനൊക്കെ കുറിച്ചിട്ട് ഓരോന്ന് എഴുതി വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വായിക്കണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ അത് വായിക്കണ്ട, അത്രേ ഉള്ളൂ. അതുപോലെ ഇവിടേക്ക് ബസ് സർവീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ വണ്ടി അതാട്ടോ. പിന്നെ ബസ് സർവീസ് ഉണ്ട്. നമുക്ക് ബസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സും കാര്യങ്ങളും നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് വണ്ടി ഉണ്ട്, അതിൽ വരണമെങ്കിൽ വരാം. അതുപോലെ ഈ സൈഡിൽ കാണുന്ന ഷോപ്പൊക്കെ അല്ലേ, അവിടെയൊക്കെ ഈ ശിവനെ കുറിച്ചിട്ടും അതിൻ്റെ ബുക്സ് കാര്യങ്ങൾ ഹിസ്റ്ററി, അതേമാതിരി അതിൻ്റെ പ്രതിമ കുഞ്ഞൊരു എന്താ പറയുക നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ക്രാഫ്റ്റ് വർക്കുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം, പക്ഷെ അതിനൊക്കെ ഒരുപാട് റേറ്റ് ആവും. പിന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ആശ്രമം, മെഡിറ്റേഷൻ, അതേമാതിരി ആയുർവേദിക് ബാത്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബാത്താണ് ഇതിൻ്റെ മെയിൻ. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ബാത്താണ്. ഒരു പൂള് മാതിരി ഉണ്ടാക്കിയിട്ട് 3 സൈഡും പാറക്കെട്ടായിട്ട് പാറേൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല എന്താ പറയുക നല്ലൊരു തണുത്ത വെള്ളം വരിക. അത് അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക വേണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ആദ്യമൊക്കെ കൊണ്ടുവരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഫോണൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. മെഡിറ്റേഷൻ ചെയ്യാനുള്ള നേരം നമുക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളിവിടെ ഐസ്ക്രീം കഴിച്ചു. പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം കഴിച്ചു. പക്ഷേ കഴിക്കൽ ഞാനായിരുന്നു കൂടുതൽ. എൻ്റെ കഴിക്കൽ കണ്ടു ഞാൻ എന്തൊക്കെയോ വളവളവളാന്ന് വർത്താനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ എന്താണെന്ന് എനിക്ക് പോലും തന്നെ അറിയില്ല ഗൈസ്. അപ്പോൾ ഐസ്ക്രീം 2 തരം 3 തരമൊക്കെ മേടിച്ചു. ഞാൻ മാത്രമായിട്ട് ഐസ്ക്രീമിൻ്റെ ഭ്രാന്തി, ഞാനും മക്കളും. ഞാൻ ഫസ്റ്റ് പോയപ്പോൾ അതിൻ്റെ ഓരോ മുക്കും മൂലം അരിച്ചു പറക്കി കണ്ടു, ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പോകുമ്പോൾ കാണാറില്ല, എനിക്കത് താല്പര്യമില്ല. അതായത് ഫുൾ മെഡിറ്റേഷനാണ്, നമുക്കത് ചേരൂല. നോക്കൂ ഗൈസ്, എൻ്റെ മോളുടെ ഒരു കോലം നോക്കൂ. ആഹാ ആഹാ
അച്ചുമ്മി 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 തിന്നണ കോലാനാ കാണുന്നത്. അയ്യയ്യേ ഡ്രസ്സിലൊക്കെ കളഞ്ഞ് ആകെ നിരപ്പാക്കിയിട്ടുണ്ട്. ഹായ് പറയും മാമനോട്. ഹായ് ഹായ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ അവളെ നല്ല വാഷ് ചെയ്തെടുത്ത് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 7:30 ഇതിവിടെ ലൈറ്റ് ഷോ, ആ ശിവൻ്റെ മേലെ ഒരു ലൈറ്റ് ഷോ ഉണ്ട്, അതിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. He transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision that sages and Devi Parvati had ever witnessed.
Parvati, seeing Adiyogi, reveling in ecstatic states, said, I want to have what you have. Show me the way. ഹലോ ആ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കും. ഒന്ന് മിസ് അടിച്ചാൽ മതി, ഒന്ന് നിങ്ങൾ മിസ് അടിച്ചാൽ മതി. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Dhanas, his constant companions, asked, what about us? Adiyogi said, just drink of me, which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. spectacular being is not of the past, but the future of humanity. To move humanity
from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha. Mahadevaya Namaha. Mahadevaya Namaha. ഇത്രയ്ക്കാണ് ഏഷ്യയിലത്തെ വിശേഷങ്ങൾ. പിന്നെ റിട്ടേൺ പോകുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ നേരെ വീട്ടിൽ പോയി പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.